ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇവിടെ ചെറിയതായിട്ട് കറണ്ടൊക്കെ ഒന്ന് പോയിട്ടിരിക്കുകയാണ് കേട്ടോ, അതുകൊണ്ട് ക്ലാരിറ്റി കറ ഉണ്ടാകും. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സച്ചിനെ രേവതിനെയാണ്. അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതി ഭയങ്കര സങ്കടത്തിൽ തന്നെയാണുള്ളത്. രേവതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രേവതി എപ്പോഴും ആ പൈസയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഞാൻ ഇനി ആ 3 ലക്ഷം അല്ല, സോറി, 5 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കും സച്ചേട്ടാ? ആ 5 ലക്ഷം രൂപ ദേവുവൊക്കെ എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്നതല്ലേ. പാവം, അവള് സ്വരുക്കൂട്ടി വെച്ച പൈസയും അതുപോലെ അവളുടെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്നുമൊക്കെ മേടിച്ച് അവള് തന്ന പൈസ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ സച്ചേട്ടാ? ചെയ്യരുതായിരുന്നു, ഇതൊന്നും ചെയ്യരുതായിരുന്നു. എനിക്ക് യോഗ്യതയില്ലായിരുന്നു ഇതൊന്നും ചെയ്യാനായിട്ട്. എന്നിട്ടും ഞാൻ ഇതൊക്കെ ചെയ്തു. അതുകൊണ്ടായിരിക്കാം ദൈവം ചിലപ്പം ഇങ്ങനെയൊക്കെ സംഭവിപ്പിച്ചതെന്ന് പറഞ്ഞപ്പം, അയ്യേ രേവതി, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. നീ എന്തോ ഒരു കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നീ? ഇപ്പൊ കയ്യിലൊരു ചെറിയൊരു മുറിവ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. സാധാരണ ഇങ്ങനെ തട്ടിപ്പറിച്ചോണ്ട് ഓടുമ്പോഴൊക്കെ അവന്മാര് ആക്രമിക്കാൻ വരികയും കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ആക്രമിക്കുകയൊക്കെ ചെയ്യും. ജീവൻ തന്നെ അപകടത്തിലായനെ. പക്ഷേ നിനക്ക് ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഈശ്വരൻ അനുഗ്രഹിച്ച് നിനക്ക് എന്താ പറയുക, ഒരു കയ്യിലൊരു ചെറിയൊരു മുറിവ് മാത്രമല്ലേ വന്നുള്ളൂ. എന്റെ ഭാഗ്യം എന്ന് കൂട്ടിക്കൊണ്ട് മതി. നീ ഇല്ലാതെ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ രേവതി? ഞാൻ എന്ത് ചെയ്തേനെ രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, സച്ചേട്ടാ അതൊക്കെ ശരിയാണ്, എങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ച് ഈ ഒരു ഓർഡർ എനിക്ക് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വെറും വട്ടപൂജമായില്ലേ. ഇപ്പൊ അവരൊക്കെ സന്തോഷിക്കുന്നുണ്ടാവില്ലേ? ഇനിയിപ്പം ആ ഹേമയ്ക്ക് തന്നെ അല്ലായിരിക്കോ ഈ ഓർഡർ കിട്ടുക? ക്യാൻസൽ ആക്കൂലേ അവര് ഈ ഓർഡർ? ഈ 5 ലക്ഷം രൂപ നമുക്ക് ഇനിയിപ്പോ ഈ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഉണ്ടാക്കാനും പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് ആ ഓർഡർ ക്യാൻസലും ആയി പോകും. പോരാഞ്ഞിട്ട് കയ്യിലിരുന്ന പൈസയും പോയി, ഓർഡറും പോയി. ഓഹ്, ഇതെന്താ സച്ചേട്ടാ ഇത്? എനിക്കറിയത്തില്ല ഞാൻ എന്താ ഇങ്ങനെയായി പോയത്. ഇതെന്റെ കുറ്റം തന്നെയാ, ഇതെന്റെ കുറ്റം മാത്രമാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നെത്താനെ ശപിക്കും. അപ്പം സച്ചു പറയുന്നുണ്ട്, എന്റെ പൊന്നു രേവതി, നീ ഒന്നും മിണ്ടാതിരിക്കുക. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പൈസ നമുക്ക് എപ്പോ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. പൈസ എപ്പോ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്ന സാധനമാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവൻ പോയാൽ അതെനിക്ക് പിന്നെ ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നിന്റെ ഭാഗ്യമാണെന്ന് മാത്രം കണ്ടാ മതി. കണ്ണിൽ കൊള്ളേണ്ടത് പിരിയത്തി തട്ടിപ്പോയി എന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് ദേവും ശരത്തും ലക്ഷ്മിയും കൂടെ ഓടിക്കേറി വരികയാണ് നേരെ ഹോസ്പിറ്റലിലേക്ക്. കരഞ്ഞോണ്ടാട്ടോ വരുന്നത് ലക്ഷ്മി. പുറകെ ദേവും ഉണ്ട്, ശരത്തും ഉണ്ട്. മോളെ എന്താ പറ്റിയത് മോളെ എന്ന് ചോദിച്ചോണ്ട് പറഞ്ഞു, അമ്മേ എല്ലാം പോയമ്മേ, ഞാൻ എല്ലാം കൊണ്ട് തൊലച്ച് കളഞ്ഞമ്മേ. ഞാൻ എന്തിന് ജീവിച്ചിരിക്കുന്നതായി? എനിക്ക് ജീവിച്ചിരിക്കണ്ട അമ്മേ. ഞാൻ എല്ലാം കൊണ്ട് തൊലച്ചു. എൻ്റെ ദേവ് തന്ന പൈസ അതും കൊണ്ട് തൊലച്ച് ഞാൻ എൻ്റെ സമ്പാദ്യം, സച്ചേട്ടൻ്റെ സമ്പാദ്യം, അതുപോലെ അച്ഛൻ്റെ സമ്പാദ്യം എല്ലാം കൊണ്ട് ഞാൻ തൊലച്ച് കളഞ്ഞില്ലേ. ഇനി ഈ ശാപം പിടിച്ച് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത് തന്നെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോളെ നീ അങ്ങനെയൊന്നും പറയാതെന്ന് പറഞ്ഞു. അപ്പൊ സച്ചി പറഞ്ഞു, ഇവളോട് ഞാൻ ആദ്യം മുതൽ കുറെ നേരമായി പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെയൊന്നും പറയരുത് എന്ന്. പക്ഷെ ഇവളാണെങ്കിൽ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇപ്പൊ പറയുന്നത് ഇവള് കാരണമാണെന്നാ. അപ്പം ശരത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി കാരണമല്ലല്ലോ. കണ്ട ഗുണ്ടകൾ അല്ലെങ്കിൽ കള്ളന്മാര് വന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയത് ചേച്ചി കാരണമാണോ? അതേപോലെ എന്റെ അശ്രദ്ധ കാരണമല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത്. 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എത്രയുണ്ടെന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. ഞാൻ അത്രയ്ക്കും ശ്രദ്ധിച്ചു വേണം ഈ 5 ലക്ഷം രൂപ കൈകാര്യം ചെയ്യാനായിട്ട്. പക്ഷെ അതിനെന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് യോഗ്യതയില്ലാത്തവള് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. മോളെ ദേവു, നീ സങ്കടപ്പെടണ്ട കേട്ടോ. നിനക്കുള്ള പൈസ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ, അയ്യേ എന്താ ചേച്ചി പറയുന്നത്? സങ്കടപ്പെടാനോ? ഓ, എന്റെ ചേച്ചിക്ക് ആ പൈസ പോയി എന്ന് പറഞ്ഞ് എനിക്ക് സങ്കടമൊന്നുമില്ല. ചേച്ചിയുടെ ജീവൻ തന്നെ തിരിച്ചു കിട്ടിയല്ലോ, അത് ഓർത്തിട്ടല്ലേ ഞങ്ങൾ സമാധാനപ്പെടുന്നത്. ചേച്ചി ഈ ദേവുവിനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ? അല്ല മോളെ, എങ്കിലും നിന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയല്ലേ നീയെ കൊടുക്കാന്ന് പറഞ്ഞതല്ലേ? 2-3 ദിവസം കഴിയുമ്പോൾ ഇനിയിപ്പം അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? നീ അവരുടെ മുമ്പിൽ നാണം കെടില്ലേ? അതെ, അവരോട് കുറച്ച് അവധി കൂട്ടി ചോദിക്കണം കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം മോളെ, എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാം. പിന്നെ നിന്റെ നീക്കിയിരിപ്പ് അതും എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോ, ചേച്ചി ഇനി കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകൂട്ടോ. ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഇറങ്ങി പോണോ അതോ ഇവിടെ നിൽക്കണോ? അല്ല മോളെ, എന്റെ സങ്കടം കൊണ്ട് ഞാൻ പറയുന്നതാ. എനിക്ക് അറിയത്തില്ല,
അറിയാലോ എത്ര പ്രതീക്ഷയോട് കൂടി ഞാൻ 5 ലക്ഷം രൂപ കൊണ്ടുപോയതെന്ന്. ഇപ്പം കടയിൽ കൊടുത്തിട്ട് ഓർഡർ കൊടുത്ത് പൂ പിറ്റേ ദിവസം ഇറക്കുമ്പം രാവിലെ മുതലിരുന്ന് പൂ കെട്ടണം, നിങ്ങളെയൊക്കെ വിളിക്കണം. ആദ്യമായിട്ട് 1 ലക്ഷം രൂപ എനിക്ക് മിച്ചം പിടിക്കാൻ പറ്റുകയാണ്, എനിക്കിതിന് പറ്റും എന്നൊക്കെയുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ചെയ്തിട്ട് ഇതിപ്പം ഒന്നിനും ഉപകാരപ്പെടാതെ പോയല്ലോ, ആർക്കും ഉപകാരപ്പെടാതെ പോയല്ലോ. അപ്പൊ നമ്മുടെ ദേവ് ചോദിച്ചു, വന്നാലും ആരാ ഇത് ചെയ്തത്? അല്ല, ചേച്ചിയുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് അതെങ്ങനെയാ മനസ്സിലാക്കിയത്? അതാ എനിക്ക് മനസ്സിലാകാത്തത് ദേവു. അപ്പൊ നമ്മുടെ സച്ചു പറഞ്ഞു, ഇതിന് പിന്നിൽ ആരാണെന്ന് ചെറിയൊരു ഊഹമൊക്കെ എനിക്ക് ഉണ്ടമ്മേ. എനിക്കറിയാം ഇതിന് പിന്നിൽ ആരാണെന്ന്. പോലീസ് പിടികൂടുന്നില്ലെങ്കിൽ ഞാൻ അവരെ ഉടനെ തന്നെ പിടികൂടും. നഷ്ടപ്പെട്ട ക്യാഷ് ഉണ്ടല്ലോ, അത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് നോക്കാമേ നമുക്ക്. ഈ സച്ചി അങ്ങനെ വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല, പിന്നെ വിഷമിക്കാനൊന്നുമില്ല. രേവതി വിഷമിക്കുന്നത് പോലെ ഇതിന്റെ പേരിൽ ഉണ്ണാതെ ഉറങ്ങാതെ ഇരുന്ന് അമ്മയും അസുഖമൊന്നും വരുത്തി വെക്കരുത്, രേവതിക്കൊന്നും പറ്റിയില്ലല്ലോ, അത് ഓർത്ത് സന്തോഷിക്കുക എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ ശരത്ത് പറഞ്ഞു, ചേച്ചി സച്ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, വിഷമിക്കാതിരിക്കുക, ക്യാഷ് തിരികെ കിട്ടുന്ന എന്റെ മനസ്സും പറയുന്നത് നമുക്കുള്ളതാണെങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്ക് തിരികെ കിട്ടിയിരിക്കും. അപ്പൊ സച്ചിൻ പറഞ്ഞു, അതെ അതെ അവൻ പറയുന്നതാ ശരി രേവതി, നമുക്കത് തിരികെ കിട്ടും. അപ്പൊ ദേവ് പറഞ്ഞു, എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ മോളെ, ഇവരൊക്കെ പറയുന്നത് പോലെ സംഭവിക്കട്ടെ, അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അമ്മയും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആ പൈസ തിരികെ കിട്ടും. അതെ മോനെ, നോക്കിക്കോണം കേട്ടോ, നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവു അല്ല ലക്ഷ്മി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ശരത്തും ദേവും കൂടെ ഒക്കെ ചേർന്നിട്ട്. ഏതായാലും അവര് വന്നത് കൊണ്ട് ആണെന്ന് തോന്നുന്നു രേവതിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട്. ഈ സമയത്ത് രേവതി പറഞ്ഞു, അല്ല സച്ചേട്ട, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ അമ്മ വന്നതും ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതും ഒക്കെ. എല്ലാവരും വെറുതെ പറയുന്നതാ, എന്നെ സമാധാനിപ്പിക്കാൻ. ആ ക്യാഷ് കിട്ടത്തില്ല സച്ചേട്ട, അത് പോവും സച്ചേട്ട. ഏയ് രേവതി, അത് കിട്ടും, ഞാൻ പറഞ്ഞല്ലോ, അത് നമുക്ക് കിട്ടിയിരിക്കും, നീ നോക്കിക്കോന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ദേവൂര് ശരത്തിനെ ലക്ഷ്മിനെയാണ്. അങ്ങനെ ശരത്ത് പറയാണ്, അല്ല ചേച്ചിക്ക് കൂടുതലൊന്നും പറ്റാത്തത് വലിയ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. അല്ല, ആ ക്യാഷ് എവിടെയായിരിക്കും? ഇനി ആ ക്യാഷ് എങ്ങനെ ഉണ്ടാക്കും? ആ 5 ലക്ഷം രൂപയ്ക്ക് ഇനി എന്ത് ചെയ്യും? ഒരു ഗതിയും പിടിക്കത്തില്ല, അവനൊന്നും ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ അരുൺ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. അപ്പം അരുൺ ഇങ്ങനെ, അതായത് പോലീസുകാരൻ അരുണ് ദേവുവിനെ വിളിക്കാം. അപ്പം അരുണേട്ടനാണല്ലോ, ഇനി ഞാൻ എങ്ങനെ അരുണേട്ടന് ക്യാഷ് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ദേവു ശരത്തിനോടും ലക്ഷ്മിയോടും പറയും, 1 മിനിറ്റ് അമ്മേ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ അരുണേട്ടനാണല്ലോ വിളിക്കുന്നത്, എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ ഹലോ എന്ന് വെച്ചപ്പോഴത്തേക്കും തന്നെ അരുൺ ചോദിച്ചു, എന്ത് പറ്റി നിന്റെ വോയിസ് ഡൾ ആയിട്ടിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല അരുണേട്ടാ. അല്ല എന്തു പറ്റി, നീ പറ. അത് പിന്നെ എന്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ അരുണേട്ടന്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ മേടിച്ചില്ലേ? മേടിച്ചു. അല്ല ചേച്ചി അഡ്വാൻസ് കൊടുത്തോ? ഇല്ലെന്ന്, എന്റെ ചേച്ചിക്ക് അഡ്വാൻസ് കൊടുക്കാൻ കഴിഞ്ഞില്ല. എല്ലാം കൂടെ ചേർത്ത് ഒരു 5 ലക്ഷം രൂപ എന്റെ ചേച്ചി സംഘടിപ്പിച്ചതാ. അഡ്വാൻസ് കൊടുക്കാൻ പോകുന്ന വഴി 2 പേര് വന്ന് എന്റെ ചേച്ചിയുടെ ക്യാഷ് തട്ടിയെടുത്ത് കടന്നു കളഞ്ഞു. സത്യമാണോ ദേവു ഇത്? അതേന്നേ, പിടിവലിക്ക് ഇടയിൽ എന്റെ ചേച്ചീനെ തള്ളിയിട്ടിപ്പോ എന്റെ ചേച്ചി ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഞാനിപ്പം വീട്ടിലേക്ക് പോകുന്ന വഴിയാ. അല്ല, എന്നിട്ട് നിന്റെ ചേച്ചിയുടെ കൈക്കോ കാലിനൊക്കെ എന്തെങ്കിലും പറ്റിയോ? ഏയ് ചെറിയൊരു മുറിവുണ്ട്, കൂടുതലൊന്നും പറ്റിയില്ല. പിന്നെ അരുണേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ച ക്യാഷ് ഉണ്ടല്ലോ, അത് ഉടനെ തിരിച്ചു തരാൻ പറ്റത്തില്ല, അത് ഞാൻ കുറേശ്ശെ തന്നേ തീർക്കത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോ, അയ്യേ നീ എന്താ ഈ പറയുന്നത്? നീ എന്നെ കുറിച്ച് ഇങ്ങനെയാണോ ദേവു കരുതിയത്? അത് പിന്നെ ഞാൻ ചോദിക്കാതെയല്ല അരുണേട്ടൻ എന്നെ സഹായിച്ചത്, അതിപ്പോ ഇങ്ങനെയായി പോയില്ലേ. നീ വിഷമിക്കാതെ. അല്ല, ഇത് എവിടെ വെച്ചാ നടന്നത്? അത് എടങ്ങല്ലൂരിൽ വെച്ചാ നടന്നത്. അവിടെ ഒരു പൂക്കടയുണ്ട്, അവിടെ അടുത്ത് വെച്ചാന്നാ പറഞ്ഞത്. ശരി, ഇത് ഞാൻ നോക്കിക്കോളാം, ചേച്ചിയോട് വിഷമിക്കണ്ടെന്ന് പറ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്കാനും മറക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആ ശരി അരുണേട്ടാ, വളരെ ഉപകാരം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ദേവു അങ്ങ് പോയിട്ടോ. ഏതായാലും നമ്മുടെ അരുണ് വെറുതെ ഇരിക്കുവോ? ഈ കള്ളന്മാരെ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവുവിന്റെ മുമ്പിൽ സ്റ്റാർ ആകാനും പറ്റൂലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അരുണ് എന്തോ തുനിഞ്ഞിങ്ങനെ ഈ മനസ്സിലൊക്കെ വിചാരിച്ചിരിപ്പണ്ടേ. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, രേവതി ഇങ്ങനെ ഇരുന്ന് വീണ്ടും ഇങ്ങനെ പെലമ്പോ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല സച്ചേട്ടാ. എന്റെ പൊന്നി രേവതി, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, എല്ലാത്തിനും വഴി ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോന്ന്. അപ്പൊ ഡോക്ടർ വന്നിട്ട്, ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ല, അതിനുശേഷം തലകറക്കം വല്ലതും ഉണ്ടായിരുന്നോ? അല്ല, വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലല്ലോ? ഏയ് ഇല്ല ഡോക്ടർ, വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ല. എന്നാ പിന്നെ വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാം. ഇനി ഒബ്സർവേഷൻ കഴിഞ്ഞല്ലോ. പിന്നെ ബാൻഡേജ് നനയാതെ സൂക്ഷിക്കണം.
ഈ ടാറില് ഉരഞ്ഞതായതുകൊണ്ട് ചിലപ്പം പഴുക്കാൻ ചാൻസ് ഉണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരണം. ഞാൻ മെഡിസിന് എഴുതി തരാം, ഏതായാലും കൃത്യമായിട്ട് കൊടുക്കണം. എന്നാ പിന്നെ ഡോക്ടറെ ശരി, താങ്ക്സ് എന്ന് നമ്മുടെ സച്ചി പറയുകയും ചെയ്തു. ഈ ഒരു സമയത്ത് നമ്മുടെ രേവതിയുടെ ഫോണ് റിങ് ചെയ്യാണ് കേട്ടോ. അപ്പൊ രേവതിയുടെ ഫോണിൽ വിളിക്കുന്നത് വേറെ ആരും അല്ലേ, ആ പൂക്കടക്കാരന്. അപ്പൊ ആ പൂക്കടക്കാരനോട് രേവതി പറയാണ്, ചേട്ടാ ആ അഡ്വാൻസ് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പെട്ടെന്ന് ഈ 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ, എന്റെ ക്യാഷ് പോയി ചേട്ടാ, ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറയണം, അത് അവര് വേറെ ആർക്കെങ്കിലും കൊടുത്തോട്ടെ, ഞാൻ ഇനിയിപ്പം അവരോട് അങ്ങനെ പറയാൻ പോവാ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ പൂക്കടക്കാരൻ പറഞ്ഞു, അതെ രേവതി എന്തിനാ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത്, രേവതി ഓൾറെഡി 5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞല്ലോ. എന്താ മോളെ രേവതി, നീ ഞെട്ടിപ്പോയോ? 5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ തന്നെന്നോ? ആര് തന്നെന്നൊക്കെയാ ഈ പറയുന്നത്? 5 ലക്ഷം രൂപ ഒരാള് തന്നു നിന്റെ പേരില്. നിനക്കെന്താ വിശ്വാസം വരുന്നില്ലേ? 5 ലക്ഷം രൂപ ഒരാള് നിനക്ക് തന്നിട്ടുണ്ട്. ഏതായാലും പൂവിന്റെ ഓർഡർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, ചേട്ടാ അതാരാ തന്നത്? ഷോ അല്ല, 5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ എങ്ങനെ തന്നു? അല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരുടെ പേരെന്താ ചേട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും, അവരുടെ പേരൊന്നും അറിയത്തില്ല, 5 ലക്ഷം രൂപ മാത്രമല്ല എക്സ്ട്രാ 1.5 ലക്ഷം രൂപയും കൂടെ തന്നിട്ടുണ്ട്. ഏതായാലും ഇനി മൊത്തം ക്യാഷ് തരുമ്പോഴത്തേക്കും ഇത് കുറച്ചിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ, അല്ല ആരാ ചേട്ടാ ഇത് എന്റെ പേരിൽ പൈസയൊക്കെ തരാനായിട്ട്? അതാരാ? അതൊന്നും എനിക്കറിയില്ല, ഞാൻ അവരെ ആദ്യമായിട്ടാ കാണുന്നത്, പറഞ്ഞ ഡേറ്റിൽ ഞാൻ പൂവിറക്കി തരും, വർക്ക് ഗംഭീരമായിട്ട് ചെയ്തോണെന്ന്. അത്ഭുതം തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ചേട്ടാ. ഞാനിതെങ്ങനെ വിശ്വസിക്കും? ശരിക്കും അത്ഭുതം തന്നെയാ മോളെ, ഇത് സത്യവാ സ്വപ്നമൊന്നും അല്ല, നീ ഉറപ്പിച്ചോ. നീ സന്തോഷായിട്ടിരിക്കുക. എന്നാ പിന്നെ ശരി ചേട്ടാ, ഞാൻ നാളെ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട്, സച്ചേട്ടാ പൂക്കട നടത്തുന്ന ചേട്ടനെ വിളിച്ചത്, എന്റെ പേരിൽ ആരോ 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തത്ര, അവിടെ പറഞ്ഞ സമയത്ത് പൂ ഇറക്കി തരാന്നാ പറഞ്ഞത്. അല്ല, ആരാ രേവതി 5 ലക്ഷം രൂപ കൊടുത്തത്? ഒരു സ്ത്രീയാണെന്ന് സച്ചേട്ടാ പറഞ്ഞത്, പേരൊന്നും പറഞ്ഞില്ല അത്രേ. ദൈവമേ, എന്റെ ഭഗവതി, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. മാത്രമല്ല നീ 1.5 ലക്ഷം രൂപ വേറെയും കൊടുത്തെന്ന് അവിടെ. ഇനി അതിന്റെ ബാക്കി നമ്മൾ കൊടുത്താൽ മതി. ഇനിയിപ്പം ടെൻഷനൊന്നും അടിക്കാനില്ല സച്ചേട്ടാ എന്ന് പറയുന്നത് രേവതി ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. പറഞ്ഞു നമുക്ക് വരെ കരച്ചിൽ വന്നു കേട്ടോ. ആ ഒരു ഇമോഷണൽ ആയിപ്പോയി. ഏതായാലും നമ്മുടെ സച്ചി, അല്ല ഇനി ഈ 5 ലക്ഷം രൂപ കൊടുക്കാൻ മാത്രം അവര് നമ്മുടെ ആരാ? അറിയില്ല, എനിക്ക് അറിയില്ല സച്ചേട്ടാ. ക്യാഷ് നഷ്ടപ്പെട്ടാലും വർക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ. എങ്കിലും ആരാണാവോ? ദൈവം പോലത്തെ, എന്റെ ഭഗവതി പോലത്തെ ആ വ്യക്തി, എനിക്ക് അറിയില്ല. ഈ സമയത്ത് വന്ന് എന്നെ സഹായിക്കാനായിട്ട് ഞാൻ കരയുന്നതേ ദൈവം കണ്ടു കാണും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ല രേവതി, എന്നാലും ഇത് ആരായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക? നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷം അന്വേഷിക്കാം അതാരാണെന്ന്. ഞാൻ ബില്ലടച്ചേ മെഡിസിൻ മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പോയി കേട്ടോ. രേവതിക്കാണ് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് കേൾക്കുമ്പോഴത്തേക്കും ആരാണെങ്കിലും സന്തോഷം, എന്താ പറയാ, സന്തോഷം അമിതമായി പോവില്ലേ. അപ്പൊ രേവതി തന്നെ മനസ്സിൽ പറയാണ്, ആരാണെങ്കിലും ക്യാഷ് പിന്നെ അവർക്ക് തിരികെ കൊടുക്കണം. ക്യാഷ് ഒപ്പിച്ചിട്ട് ഏതായാലും ഇപ്പൊ സഹായിച്ച ആളാണല്ലോ, അവര് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതുക. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ സുധീനെ ആട്ടോ കാണിക്കുന്നത്. സുധിയാണെങ്കിൽ വശം കെട്ട് നടക്കുക. സുധിയാണെങ്കിൽ ശ്രുതി വന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? അതുപോലെ നിങ്ങളുടെ അമ്മ അങ്കിളിനോട് കള്ളം പറഞ്ഞിട്ടില്ലേ? അങ്കിളിനോട് പറയാതെ രഹസ്യമായിട്ട് എന്തൊക്കെ ചെയ്തു? വേണമെങ്കിൽ അതൊക്കെ ഞാൻ എണ്ണി പറഞ്ഞു തരാം എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ സുധി മിണ്ടുന്നേ ഇല്ല കേട്ടോ. സുധി ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല. ഇത് ശ്രുതി ആലോചിക്കുന്നതല്ല കേട്ടോ, നമ്മുടെ ശ്രുതി ഫ്രണ്ടിൽ വന്ന് നിന്ന് പറയുന്നതാണ്. എനിക്ക് തെറ്റിപ്പോയിട്ടോ. ശ്രുതി ആലോചിക്കുന്നതല്ല, ശ്രുതി വന്ന് പറയുന്നതാണ്, കടയിൽ വന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി ഓരോന്ന് പറഞ്ഞ് ശ്രുതിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി നോക്കുക. എല്ലാ കുടുംബത്തിലും ഇങ്ങനെ വഴക്കുണ്ടാകും, ഓരോന്ന് പറഞ്ഞ് പിണങ്ങും, അതൊക്കെ പിന്നെ മാറും. എന്തിനാ ശ്രുതി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ശ്രുതിയുടെ അമ്മ പറഞ്ഞിട്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നമ്മുടെ തീരുമാനം നമ്മളല്ലേ എടുക്കേണ്ടത്, അതായത് മറ്റുള്ളവരെ കൊണ്ടല്ല നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനം എടുക്കേണ്ടത്. എന്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക് ശ്രുതി. അല്ല, ഞാൻ എന്തിനാ ശ്രുതി നിന്റെ അവസ്ഥയെ കുറിച്ച് ആലോചിക്കേണ്ടത്? എല്ലാം മറന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നവനല്ലേ ഞാന്. പക്ഷെ എന്നിട്ട് നീ എന്നോട് കാണിച്ചത് എന്താ? വെറും ചെറ്റത്തരമല്ലേ? പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞ് ഞങ്ങളെയൊക്കെ വീണ്ടും വിഡ്ഢികളാക്കാൻ നോക്കിയില്ലേ നീ? അതോടുകൂടി നിന്നോടുള്ള സ്നേഹം എനിക്ക് പോയി. മനസാക്ഷി ഉണ്ടോടി നിനക്ക്? നീ ഒരു സ്ത്രീയാണോ? നീ ഒരു പെണ്ണാണോടി? നീ എന്നോട് ഇങ്ങനെ ഒരു കള്ളം പറയുന്നു ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല.
നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചതെന്ന് നിനക്കറിയാമോ? ഓ, നിന്നെ ഞാൻ വിശ്വസിച്ചു പോയി. പക്ഷേ നീ വീണ്ടും വീണ്ടും എന്നെ ചതിക്കാനാ നോക്കിയത്. നീ എന്നെ ചതിച്ചോണ്ടായിരുന്നത്. അത് പിന്നെ എന്നോട് ക്ഷമിക്കൂ സുധി. എന്തുകൊണ്ട് എനിക്ക് കള്ളം പറയേണ്ടി വന്നു എന്ന് ഞാൻ സുധിയോട് പറഞ്ഞതല്ലേ. ഓ, ഓരോരോ ന്യായീകരണങ്ങള്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടൊന്നും എന്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കണ്ടു. അച്ഛനാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. എന്തൊക്കെ ഞാൻ കൊതിച്ചെന്നറിയാമോ? എല്ലാം നീ ഒരു നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞിലടി വഞ്ചകി. എനിക്ക് നിരാശയല്ല, എനിക്ക് നിന്നോട് ഇപ്പൊ ദേഷ്യം തോന്നുന്നു. ദേഷ്യം. എന്നോട് കള്ളം പറഞ്ഞതിനും എന്നോട് പറ്റിച്ചതിനുമുള്ള ദേഷ്യം. എന്റെ പൊന്നു സുധി, എന്നെ ഒന്ന് മനസ്സിലാക്കുക. സുധിയുടെ വിഷമം എനിക്ക് അറിയാം. പക്ഷേ ഞാനൊന്ന് മതി നിർത്ത്. നീ കൂടുതൽ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. മതി എല്ലാം പറഞ്ഞത്. നിനക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാകും. അതൊന്നും എനിക്കിപ്പൊ കേക്കട്ട. സുധി ഞാൻ പറയുന്നത് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. നീ ഒന്നും പറയണ്ടെന്നല്ലേ പറഞ്ഞത്? ഷോറൂമിൽ നിന്ന് ഇറങ്ങിപ്പോടി. അത് പിന്നെ സുധി, ഞാൻ സുധീനെ ഇട്ടിട്ട് എങ്ങനെ പോകും? നിന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കുന്ന് പറഞ്ഞ് സുധീനെ വീണ്ടും അവിടുന്ന് പറഞ്ഞയക്കുകയാണ് കേട്ടോ. നമ്മുടെ സുധിക്ക് അത്രമാത്രം ദേഷ്യവും കൂടെ ഉണ്ട്. ഇത് ചന്ദ്ര പറഞ്ഞിട്ട് മാത്രമല്ല കേട്ടോ, ശ്രുതിക്ക് ദേഷ്യവും ഉണ്ട്. നല്ല ദേഷ്യവും ശ്രുതിയോടുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ചമ്മേനെയാണ്. അച്ചമ്മ വീട്ടിലുണ്ട് കേട്ടോ. അച്ചമ്മ ചന്ദ്രോദയത്തുണ്ട്. അവിടെ നമ്മുടെ അച്ചമ്മ മാത്രമല്ല, ഈച്ചയുണ്ട്, സച്ചിയുടെ കൂട്ടുകാരൻ രവീന്ദ്രനുണ്ട്, ചന്ദ്രയുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെയോ ഇവരിങ്ങനെ എന്താ പറയാ, ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ. അച്ചമ്മയുടെ മുഖത്ത് ഗൗരവമൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും ടെൻഷനൊക്കെയാണ്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് സച്ചിയും രേവതിയും വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് രണ്ടുപേരും വന്ന ഉടനെ തന്നെ ഇവർ അച്ചമ്മേനെയാ കാണുന്നത്. രേവതി അച്ചമ്മേന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് നേരെ ചെന്ന് അച്ചമ്മയുടെ അടുത്ത് ഇരുന്ന് കേട്ടോ. എന്നിട്ട് ഭയങ്കര കരച്ചിലെ, മോളെ പോട്ടെ മോളെ, സാരമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ തലോടുകയാണ് തലയില്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എല്ലാം ഞങ്ങൾ അറിഞ്ഞു മക്കളെ, എന്തായാലും കൂടുതലൊന്നും പറ്റാത്തത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സച്ചി ചോദിച്ചു, അച്ചമ്മ എപ്പോഴാ വന്നത്? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അല്ല, നീ എന്താടാ ചേച്ചി ഇവിടെ? അതൊക്കെ ഉണ്ടെന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മയാണെങ്കിൽ രേവതിനെ നോക്കുക. അപ്പൊ രേവതി പറഞ്ഞു, അച്ചമ്മയെ കടം മേടിച്ചിട്ട് 5 ലക്ഷം രൂപ തികച്ചത്. ആ ക്യാഷാ അച്ചമ്മ ഇപ്പൊ നഷ്ടപ്പെട്ടത്. സഹിക്കാൻ പറ്റുന്നില്ല അച്ചമ്മ. എല്ലാവരുടെയും കയ്യിൽ നിന്നും അവരുടെയും ഇവരുടെയൊക്കെ കയ്യിൽ നിന്നും മേടിച്ചതാ. പലരും സ്വരുക്കൂട്ടി വെച്ചതാ. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, പോയത് പോട്ടെ, ഇനി കരഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ലല്ലോ എന്ന്. ചന്ദ്രയ്ക്കാണെ ഭയങ്കര സന്തോഷമായല്ലോ. എന്നിട്ട് പിന്നെ ചന്ദ്ര പറഞ്ഞു, ഏതായാലും നീ അടുക്കളയിൽ കയറി വല്ലതും ഉണ്ടാക്കാൻ നോക്കി, എനിക്ക് വിശക്കുന്നു, ഇനിയിപ്പൊ കരഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോന്ന്. അപ്പൊ നമ്മുടെ മുത്തശ്ശി അല്ല അച്ചമ്മ പറഞ്ഞു, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ ഉണ്ടാക്കിപ്പോയി കഴിക്കടി, ഈ സമയത്താണ് അവളുടെ വിശപ്പ്. അപ്പൊ സച്ചി പറഞ്ഞു, ഞങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെട്ടു, അവളുടെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് വരിക. നിങ്ങൾക്ക് അല്പം പോലും മനസാക്ഷിയില്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അതുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ പറയുമോ? ഇല്ലല്ലോ. അപ്പൊ രേവതി പറഞ്ഞു, നഷ്ടപ്പെട്ടത് എനിക്കല്ലേ, അമ്മയ്ക്കല്ലല്ലോ നഷ്ടപ്പെട്ടത്. വിഷമം അറിയണമെങ്കിലേ സ്വന്തം കയ്യിലുള്ളത് നഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ അതിന്റെ വിഷമം അറിയത്തുള്ളൂ. അത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, അത് നഷ്ടപ്പെടണം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അല്ല, ക്യാഷ് നഷ്ടപ്പെട്ടത് കൊണ്ട് പൂക്കടയിൽ അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, ഇനിയിപ്പം എങ്ങനെയാ ഡെക്കറേഷൻ ഒക്കെ ചെയ്യുക? അവരിപ്പം നിനക്ക് തന്ന ഓർഡർ മറ്റാർക്കെങ്കിലും കൊടുക്കില്ലേ രേവതി? ക്യാൻസൽ ചെയ്യില്ലേ? അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, പൂക്കടയിൽ അഡ്വാൻസ് കൊടുത്തിരുന്നച്ചാ. അപ്പൊ ചന്ദ്രയുടെ കണ്ണ് തള്ളിപ്പോവുക. അഡ്വാൻസ് കൊടുത്തിരുന്നോ? അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, അതെ, അഡ്വാൻസ് കൊടുത്തിരുന്നോ? ആര്? ഇത്രയും വലിയ തുക എവിടെന്നാ മോനെ കിട്ടിയത്? ആരാ തന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അതാരാണെന്നൊന്നും അറിയില്ല, ക്യാഷ് നഷ്ടപ്പെട്ട വിഷമത്തിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ പൂക്കടയിൽ നിന്ന് വിളിച്ച് ആ ചേട്ടൻ പറഞ്ഞു, രേവതിയുടെ പേരിൽ ആരോ അഡ്വാൻസ് നൽകിയെന്ന്. ആ സ്ത്രീയുടെ പേര് എത്ര ചോദിച്ചിട്ടും അവര് പറയുന്നില്ല. അതിപ്പോ ആരാ അങ്ങനെ ഒരു സ്ത്രീയെ നമ്മളെ സഹായിക്കാനായിട്ട്? അപ്പോഴത്തേക്കും നമ്മുടെ ഈച്ച ഒരു ചെറിയ ചിരിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അച്ചമ്മേനെ നോക്കിയിട്ട്. ഈ സമയത്ത് നമ്മുടെ രേവതി പറയുകയും ചെയ്തു, അഡ്വാൻസ് മാത്രമല്ല 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കുകയും ചെയ്തെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ, ആരാ അവര് 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കാനായിട്ട്? എന്തിനാ അവര് നിങ്ങൾക്ക് വേണ്ടി ക്യാഷ് കൊടുത്തത്? അത് പിന്നെ ഹേമ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവളുടെ ഓർഡർ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. മിക്കവാറും ആളെ വിട്ട് 5 ലക്ഷം രൂപ തട്ടിയെടുത്തത് അവരാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രയുടെ ചങ്കിടിപ്പ് കൂടി കേട്ടോ. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, ഇനിയിപ്പൊ കുറ്റബോധം തോന്നി ഹേമ പൂക്കട ക്യാഷ് കൊടുത്തതായിരിക്കുമോ? അല്ല, തട്ടിയെടുത്ത 5 ലക്ഷം രൂപ, അതിന്റെ കൂടെ 1.5 ലക്ഷം രൂപയും കൂടെ കൂടുതൽ കൊടുക്കാനായിട്ട് ഹേമ എന്താ? അവരൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അതിന്റെ ആവശ്യം അവർക്ക് എന്താ എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ ഇതൊന്നും മിണ്ടാതെ, ഒരക്ഷരം മിണ്ടാതെ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരു ചിരിയോടുകൂടി. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, എനിക്കും തോന്നി ഒരിക്കലും ഹേമയൊന്നും അല്ല,
വേറെ ഏതോ ഒരു സ്ത്രീ അച്ഛ കൊടുത്തിരിക്കുന്നത്. ഏതായാലും നമ്മളോട് സ്നേഹമുള്ള ആരോ എന്നെ രക്ഷിക്കാൻ മനസ്സ് കാണിച്ച ഒരു ആളാ. അത് അത് ആരാണ് എന്തോ. അപ്പൊ ഈച്ച പറഞ്ഞു, ഏത് സ്ത്രീയാ കാശ് കൊടുത്തതെന്ന് എനിക്കറിയാന്ന്. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, അതാരാടാ? ഞാനൊരു ആക്ഷൻ പടത്തിലെ കുറച്ച് രംഗങ്ങള് പറയാം, അപ്പൊ നിങ്ങൾക്ക് ആളാരാണെന്ന് മനസ്സിലാകും. ആദ്യം സീന് ഗ്രാമത്തിലുള്ള അച്ചമ്മയുടെ വീട്. മനസ്സിലായല്ലോ, ഗ്രാമത്തിലുള്ള അച്ചമ്മയുടെ വീട്. അപ്പോഴത്തേക്ക് സച്ചിൻ രവീന്ദ്രനും എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് അച്ചമ്മേനെ തന്നെ. അപ്പോഴത്തേക്ക് തന്നെ എല്ലാവർക്കും കാര്യം പിടികിട്ടി അച്ചമ്മയാ കൊടുത്തു തന്നെ. ഏതായാലും ചന്ദ്രമതി കണ്ണും തള്ളി ഇങ്ങനെ നിപ്പുണ്ട്. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിച്ചതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.